ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നും റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു വയർലെസ് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ്, ഹെഡ്ഫോൺ വെച്ചിട്ടാണ്. കട്ട് ചെയ്ത് ഹെഡ്സെറ്റ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നും ഒരു റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളൊരു ചെറിയ അൺബോക്സിങ് റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വയർലെസ് ഇയർഫോണിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് മോഡൽ കാണാം. അപ്പോൾ ഓക്കെ, അതെല്ലാം ബൈ. ഒരു അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഹായ് ഗൈസ്, നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. വയർലെസ് ഹെഡ്ഫോൺ. ഹായ് ഗൈസ്, നമ്മളിന്ന് പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് വന്ന ഹായ് ഗൈസ്, നമ്മളിന്ന് പുതിയ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വയർലെസ് ഇയർഫോൺ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നതും അൺബോക്സ് ചെയ്യാൻ പോകുന്നതും ഒരു വയർലെസ് ഹെഡ്ഫോൺ ആണ്. ബോട്ട് എയർഡ്രോപ്സ് 481. ഇത് MRP അവർ പറയണത് ഏകദേശം ഒരു 7,500 ഒക്കെയാണ്. പക്ഷെ നമുക്കിത് ആമസോണിൽ അവൈലബിൾ അല്ല. ആക്ച്വലി ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 2,999-ലാണ്. അതായത് 3,000 രൂപ 100 രൂപ കുറവ്. ഇത് അവർ പറയണ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി പുറത്ത് ഈ ബോക്സിനെ പറ്റിയും ഇതിൻ്റെ ഇതും ഇതിനേക്കാളും പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത്. നമുക്കൊന്ന് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒക്കെ നോക്കാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്കെന്തായാലും നോക്കാം. നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇത് അൺബോക്സ് ചെയ്യാൻ പോയാണ്. നമ്മളാദ്യം നൈഫ് വെച്ചിട്ട് ഇത് സൈഡ് ആദ്യം കട്ട് ചെയ്യാൻ മതി. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ പൊതുവേ ബോട്ടിൻ്റെ പാക്കിങ്ങിൽ വെച്ചിട്ട് അത്ര ഒരു ക്വാളിറ്റി ഇല്ല കേട്ടോ. സാധാ ബോട്ടിന് കുറച്ചുകൂടി നല്ല പാക്കിംഗ് ആയിരിക്കും. നമുക്കെന്തായാലും തുറന്ന് നോക്കാം. ഓക്കേ, ഇതാണ് നമ്മുടെ സംഭവം. ഇങ്ങനെ ഇരിക്കും. കൊള്ളാട്ടോ. ഇതൊരു ലെതർ ഫിനിഷിംഗ് ഒക്കെ ഉള്ളൊരു സാധനമാണ് സംഭവം. എന്തായാലും കേസ് അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഇത് തൽക്കാലം മാറ്റി വെക്കാം. നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിൻ്റെ അകത്ത് ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ഡെക്ക് പോലത്തെ ഒരു സാധനം. ഓക്കെ, ഞാനിതെല്ലാം വലിച്ചു വാരി ഇടുന്നതാണ്. നമുക്ക് ഓരോന്നോരോന്നെടുത്ത് നോക്കാം. ഇത് ജസ്റ്റ് അതിൻ്റെ ബാക്കിയുള്ള മോഡൽസും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ചാർജർ. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് സാധാ ചാർജറാണ്. ആക്ച്വലി C ടൈപ്പ് അല്ല. നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യണ ചാർജറല്ല, ഇത് യൂണിവേഴ്സൽ സാധാ ചാർജറാണ്. പിന്നെ എക്സ്ട്രാ ഇതുണ്ട്, ബഡ്സ് ഉണ്ട്. ഇതെന്ത് സിന്തറ്റിക് ബഡ്സ് എന്തോണ് ഇത്. ആക്ച്വലി റബ്ബറല്ല. 2 പേരുണ്ട്, മീഡിയവും സ്മോളും. പിന്നെ ഒരു വാറൻറ്റി കാർഡുണ്ട്, 1 ഇയർ വാറൻറ്റി അവർ തരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നുള്ള വീണ്ടും ഒരു തന്നെ ഒരു മാനുവലാണിത്, എങ്ങനെ യൂസ് ചെയ്യണം നോക്കാനായിട്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോവാം, നമ്മുടെ മെയിൻ ഇതിലേക്ക് പോവാം. ഇതെല്ലാം മാറ്റി വെക്കാം. പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് കേസിലേക്ക് തന്നെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ കേസ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ലെതറാണെന്ന്. പക്ഷേ ഇത് നല്ല ഗ്രിപ്പും ഇതെല്ലാം അങ്ങനെയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് ലെതറല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ ലെതർ ഫിനിഷിംഗ് ആണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നല്ല പക്ക ഫിനിഷിങ് തന്നിട്ടുണ്ട് അവർ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നു. പിന്നെ സാധാ ഇതിനൊന്നും കാണാറില്ല. ഇതിനൊരു വള്ളിയൊക്കെ ഉണ്ട്, അത് ഇലാസ്റ്റിക്കൊക്കെയാണ്. നമുക്ക് വലിക്കുകയും ഇതൊക്കെ ചെയ്യാം, യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. പിന്നെ ബാക്കിലാണ് ഇതിൻ്റെ ചാർജിങ് ഇത് പോർട്ടും പിന്നെ നമ്മുടെ LED, അതായത് ബാറ്ററി ഇൻഡിക്കേഷൻ, ബാറ്ററി ലെവൽ എത്രയാണെന്നുള്ളത് കാണിക്കണത്. ഇനി നമ്മൾ നമ്മുടെ ഇതിലേക്ക് പോവാം, അകത്തേക്ക് പോവാം.
ഓക്കെ, സംഭവം എന്തായാലും നല്ല പക്കാ ഫിനിഷിംഗ് ഒക്കെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ ഈ ഒരു ഷേപ്പും എല്ലാം നല്ല പക്കയാണ്. അതായത് നടുക്ക് കുറച്ച് ബൾജായിട്ട്, ശ്രദ്ധിക്കുമ്പോൾ അറിയാം നടുക്ക് കുറച്ച് ബൾജായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഡിസൈൻ ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവായിട്ടാണ് ഇത് ചെയ്തേക്കണത്. ഇതിൻ്റെ കണ്ട നമ്മുടെ ബോക്സ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ബാക്കിൽ ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് എത്രയെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ എയർപോർട്സിലേക്ക് പറയാനാണെങ്കിൽ ഇത് ആക്ച്വലി നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം നല്ല സോഫ്റ്റാണ്. പിന്നെ വെളിയിൽ ടച്ചുമാണ്. ഇത് ജസ്റ്റ് ഒരു നല്ലൊരു സ്മൂത്ത്, എന്താ പറയുക, ഒരു സ്മൂത്ത് മാഗ്നറ്റാണിത്. ഐ മീൻ മാഗ്നറ്റിക് പവർ ഉണ്ട്. സാധാരണ നമ്മൾ ഹെഡ്സെറ്റിലൊക്കെ കാണുന്ന ഒരു വലിച്ച് വന്ന കുറച്ച് സ്ട്രോങ് മാഗ്നറ്റ് ഇതാണ്. ഇത് പക്ഷേ ഒരു എന്താ പറയുക ചെറിയൊരു ഇതുള്ളൂ. ജസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ ആ രീതിയിൽ തന്നെ പോയിക്കോളും. അതിൻ്റെ ആ ഫിനിഷിങ്ങും അങ്ങനെയാണ് അവർ അകത്ത് ചെയ്തേക്കുന്നത്. പക്ക ഒരു ഗ്ലേസിങ് ഫിനിഷിംഗ് ആണ്. പിന്നെ നമ്മുടെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഇതും അതിൽ നിന്ന് രണ്ട് സ്ഥലത്തും കാണും. ഇത് ഇവർ പറയണത് എന്താ പറയുക, ഒരു സിംഗിൾ ഇതിൽ നമുക്കിതൊരു 3 മണിക്കൂർ യൂസ് ചെയ്യാനാണ് പറയണത്. ഒരു പോഡ് ഒരു സിംഗിൾ ഇതിൽ ഇന്നത്തെ ഒരു ഫുൾ ചാർജ് കേസിൽ നമുക്കൊരു 4 തവണ ഫുൾ റീചാർജ് ചെയ്യാമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നമുക്കൊന്ന് പെയർ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് വൺസ് ഒന്ന് പെയർ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാൻ ഓർത്താണ്. അപ്പോൾ മെയിനായിട്ട് ഈ എയർപോർട്സ് കിട്ടുമ്പോൾ നമുക്കിത് ഇത് ഓണല്ല. ഇത് ഓൺ ആവണമെങ്കിൽ ഇതിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്, കോട്ടിംഗ് ഉണ്ട്, സ്റ്റിക്കർ. അത് രണ്ടെണ്ണത്തിലുണ്ട്. അത് പറിച്ച് കളയും. ഇത് കളഞ്ഞ് അപ്പോഴാണത് ഓട്ടോമാറ്റിക് ഇതാവുള്ളൂ. നമ്മൾ മറ്റേതിൻ്റെയും പറിച്ച് കളയാനാണ്. ഒരു ചെറിയൊരു കോട്ടിങ്ങാണത്. ഇത് ബാറ്ററി വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് യൂസിന് വേണ്ടി തന്നാണ്. ഓക്കെ, ഇപ്പോഴാണത് ഓട്ടോമാറ്റിക് ഇതായത്. കണ്ട, അത് ഒരു കളഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാം, നമ്മുടെ ലൈറ്റ് കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റെഡ് LED ഉണ്ട്, അത് ചാർജിങ് മോഡിലേക്ക് കിടക്കണേണ്. ഇനി നമുക്കിത് പെയർ ചെയ്യണം. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ പെയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇത് രണ്ടും വെളിയിലെടുത്തിട്ട് നമ്മളിതിൻ്റെ പുറത്ത് ഈ സെൻസറിൽ, അതായത് സ്വിച്ചിൽ ബട്ടണിൽ നെക്കി പിടിക്കണം. അപ്പോഴാണത് പെയറിങ് മോഡിലേക്ക് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതേ പെയറിങ് മോഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിവൈസ് നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ കാണിക്കും ബോട്ട്. ഓക്കെ, അതെ നമ്മുടെ ഡിവൈസ് വന്നിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്യണം. ഓക്കെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഇതാണ് കണക്റ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഇത്. ഇനി നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. ഇത് കുറച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതാക്കാൻ പറ്റുള്ളൂ. ആ റിവ്യൂവിൻ്റെ ഒപ്പം നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് യൂസ് ചെയ്ത് കുറച്ചധികം നേരം യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം, ഒരു പൊളി സാധനം തന്നെയാണ്. ഇത് കമ്പനി പറയണത് 10 മീറ്റർ ആണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് പറയണത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 10 മീറ്റർ കിട്ടുമെന്നല്ല, പക്ഷേ നല്ല ഏകദേശം അത്രയും കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നോക്കിയിരുന്നു. പിന്നെ അതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. അതൊരു പ്ലസ് പോയിൻ്റാണ്. V5.0 ആണ്. പ്ലസ് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ EDR എന്ന് പറഞ്ഞിട്ടൊരിത്, അതും ഇത് തന്നെയാണ്, സെയിം 5.0 തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് പറഞ്ഞത് ഇപ്പോൾ നോർമലി ഉള്ള ഹെഡ്സെറ്റുകളുടെ അത്യാവശ്യം നല്ല ഹെഡ്സെറ്റുകളിലുള്ള അതേ സെയിം ഇത് തന്നെയാണ്. IPX5 ആണ് നമുക്ക് കിട്ടുന്നത് വാട്ടർ പ്രൂഫിൻ്റെ ഇത് വാട്ടർ റെസിസ്റ്റൻസ്. അത് അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ഫീച്ചർ പറഞ്ഞത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ഇത് 1.5 മണിക്കൂറാണ് അവർ ചാർജിങ് പറയുന്നത്, ഫുൾ ചാർജിങ്ങിന്. പക്ഷേ നമ്മൾ ഒരു തവണ ചാർജ് ചെയ്ത് നോക്കി, ഇത് ഏകദേശം ഒരു 1.25 മണിക്കൂറിനകത്ത് തന്നെ നമുക്കൊരു ഫുൾ ചാർജിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാർജിങ് ആയതുകൊണ്ടായിരിക്കും അത്ര ഫാസ്റ്റ് ആയത് എന്തായാലും. പിന്നെ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, അതായത് വൺ ടൈം യൂസ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് വിത്തൗട്ട് ചാർജിങ് നമുക്ക് ഒറ്റ ഒരു പെയർ
ഒരു ബഡ് 3 മണിക്കൂർ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇത് നമുക്ക് 3 തവണ കംപ്ലീറ്റ്ലി ഫുൾ ചാർജ് 3 തവണ ചെയ്യാം. അതിനുള്ള ചാർജ് കേസിലുണ്ടാവും. ഇതിൻ്റെ കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 400 mAh ആണ്. 400 mAh ആണ് പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ടൈം പറഞ്ഞത് 60 hours ആണ്. അതായത് 60 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും ചാർജ് അവിടെ തന്നെ ഉണ്ടാവും. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ബാക്കിയുള്ളതിൻ്റെ സ്റ്റാൻഡ് ബൈ അത്രയും കിട്ടാറില്ല. ഇതിൻ്റെ ബാറ്ററി അപ്പോൾ വളരെ നല്ലതാണ്. പിന്നെ ബാറ്ററി പവറും നല്ലതാണ്. നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന പാട്ട് അത്യാവശ്യം നല്ല ബാസും ഇതെല്ലാം ഉള്ള ഇത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നഷ്ടമില്ല ഈ പൈസക്ക് ഇത് എടുക്കണേന്. പിന്നെ വേറൊരു ഇത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക എയർപോഡ്സ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വെച്ചില്ലെങ്കിൽ, ചവിട്ടിൽ കറക്റ്റ് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് പ്രത്യേകം എന്താ പറയുക ഗ്രിപ്പ് എന്താ പറയുക ഇതൊന്നുമില്ല, ക്ലിപ്പൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു റബ്ബറിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കാണേണ്ടതാണ്, ഒരു കറക്റ്റ് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി. ഇത് അതില്ല. പക്ഷെ ഇത് നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പക്കയാണ്, വീടൊന്നുമില്ല. ഇല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ റിവ്യൂവിന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതിപ്പോൾ എല്ലാത്തിലും വരുന്നതാണ്. പിന്നെ ഡൈനാമിക് ഇൻഡസ്ട്രിയൽ ഡിസൈനാണിത്. പിന്നെ പക്ക എന്താ ഫിനിഷിങ് എല്ലാം ഉണ്ട്. പിന്നെ സാധാ ഇപ്പോഴത്തെ ഹെഡ്സെറ്റുകളിലെല്ലാം ഉള്ള നോർമൽ കോമൺ ഫീച്ചേഴ്സ്, അതായത് ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സോങ്ങിലേക്ക് പോകും, ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് സോങ്ങിലേക്ക് പോകും. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫിനിഷിങ്, ആ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പറയാം കറക്റ്റ് നമ്മൾ എന്താ പറയുക ഫിക്സ് ആയിട്ടൊക്കെ ആണെങ്കിൽ പക്കയാണ്. എന്താ പറയുക ഷെയ്ക്കില്ല, നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു എയർപോർട്ട് യൂസ് ചെയ്യുമ്പോൾ കുറേ നേരം വെക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നമുക്ക് ഇറിറ്റേഷൻ ഒന്നുമില്ല. പക്കയായിട്ട് ചെവിടി നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പം ചെവിടിന് വെയിറ്റും വരുന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മൾ കേസ് തുറക്കുമ്പോൾ തന്നെ ഫോണിലേക്ക് പെയർ ആവാം. അപ്പം കേസ് തുറന്നിട്ട് നമ്മൾ എയർപോഡ് പുറത്തേക്ക് എടുത്താൽ, അതായത് ചാർജിങ് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞെങ്കിൽ ഇത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആയതുകൊണ്ട് 5 നോർമലി അല്ല ഇതിന് മഞ്ഞാണ്. അതായത് ബ്ലൂടൂത്ത് വെർഷൻ്റെ ഇതാണ് പ്ലസ് പോയിന്റ് ആണ്. 5 വഞ്ഞ എല്ലാത്തിനും ഒരേ സമയത്ത് നമുക്ക് 2 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിന്റ്. ഇതൊക്കെയാണ് ആക്ച്വലി നോർമൽ ഒരിത്. നമ്മൾ വാല്യൂ ഫോർ മണി അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വില കൊടുത്ത് ഈ സാധനം വാങ്ങണമെന്നുള്ളത്. ഇത് ആക്ച്വലി ഇവർ പറയുന്ന MRP ഞാൻ വീണ്ടും പറയുന്ന MRP 7500 ആണ്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2999 ആണ്. അതായത് 3000 രൂപ 1 രൂപ കുറവ്. ഒന്ന് ബ്രാൻഡ് വാല്യൂ അത് നമ്മൾ ഇതാക്കുക. പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി നല്ലതാണ്, നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. സ്റ്റാൻഡ് ബൈ 60 hours ഉണ്ട്. പ്ലസ് ഇതിൻ്റെ ടെക്നോളജി എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഇവർ യൂസ് ചെയ്താക്കുന്നത്. ഫുൾ ലേറ്റസ്റ്റ് ആണ്. ഇപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ബ്ലൂടൂത്ത് 0.5. അതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ, നമ്മുടെ എന്താ പറയുക നമ്മുടെ ബാസ് വോയിസ്, അങ്ങനെയുള്ള നമ്മുടെ സോങ്സിൻ്റെ ക്ലാരിറ്റി നിലനിർത്തണ എന്താ പറയുക ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ് ആണ് EDR എന്ന് പറഞ്ഞിട്ട്. അതും 5 തന്നെയാണ്. അവരുടെ വെർഷൻ 5 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആണ് ആക്ച്വലി ഇത്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൻ്റെ ചാർജിങ് ഇത് 5 വോൾട്ട് നമ്മുടെ സാധാരണ നോർമൽ ചാർജിങ് തന്നെയാണ് പവർ. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാല്യൂ ഫോർ മണിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ലോങ് ടൈം എന്താ പറയുക സോങ്സ് കേൾക്കണ അല്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോർമലി നമുക്ക് ഈ ഗ്രിപ്പുള്ള, അതായത് ക്ലിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഹെഡ്സെറ്റായി യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യണവർക്ക് അറിയാം. നമ്മൾ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ ഉണ്ടാവും നമ്മുടെ ഇയറിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട്. ഇതിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക വെൽ ഡിസൈൻഡ് ആണ്. പൗച്ച് നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്, നല്ല ഹാർഡാണ്, സ്ട്രോങ് ആണ്, നല്ല ഗ്രിപ്പുള്ള ഇതാണ്. പിന്നെ എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി നേരത്തെ പറഞ്ഞുള്ള. ഇതെല്ലാം കൊണ്ടും ആക്ച്വലി 3000 എന്ന് പറയുന്ന പൈസക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ എന്താ പറയുക വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ഒരു എന്താ പറയുക ഇയർഫോൺ വയർലെസ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത എന്താ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നവരെ ബൈ.